എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീപ് ജേക്കബ്. ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് പിടവൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ 3.5 വർഷക്കാലത്തോളം പ്രവാസ ജീവിതം നയിക്കാനിടയായി. എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശത്തേക്ക് പോകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി മേടുകളിലൂടെയാണ് കടന്നുപോയത്. എനിക്കൊരു അനുജനുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത പുത്രൻ എന്ന നിലയിൽ കുടുംബത്തെ പോറ്റുകയും എൻ്റെ അമ്മയെ സംരക്ഷിക്കുകയും അനുജനെ പഠിപ്പിക്കുകയും വളരെ ചിന്തകൾ എൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ ഓഫീസുകളിൽ ഞാൻ കയറി ഇറങ്ങുകയും പാസ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവിടെയൊന്നും എനിക്ക് സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുവാനിടയായി. അവിടെ ഒരു ഓഫീസിൽ ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. എന്നാൽ ചില മാസങ്ങളായിട്ടും ഒരു മറുപടി അതിന് ലഭിക്കാതെ വന്നപ്പോൾ യാദൃച്ഛിക ഞാൻ ആ ഓഫീസിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു 40 വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരനെ ഞാൻ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മലേഷ്യയിലേക്ക് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് വിടുന്ന ആളാണ്. അതുകൊണ്ട് 75,000 രൂപ തരാമെങ്കിൽ ഞാൻ അവിടേക്ക് ഒരു വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പനില്ലാത്ത സ്ഥാനത്ത് ഒരു സഹോദരൻ ആണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എൻ്റെ പാസ്പോർട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, നാട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ പൈസ കടം വാങ്ങിച്ച് 50,000 രൂപയോളമായി ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുവാനിടയായി. അവിടെ നിന്ന് അദ്ദേഹം ഞങ്ങളെ തായ്ലൻഡിലേക്കുള്ള വിസ അടിച്ചു. കൽക്കട്ടയിലെ നേതാജി എയർപോർട്ടിൽ നിന്ന് 2000-ൽ ഞങ്ങൾ അവിടുന്ന് തായ്ലൻഡിലേക്ക് പോകുവാനിടയായി. ഞങ്ങളുടെ കൂടെ 3 പേരുണ്ടായിരുന്നു. തായ്ലൻഡിൽ ഒരാഴ്ചയോളം ഞങ്ങൾ താമസിച്ചു. അതിനുശേഷം ഞങ്ങളെ മലേഷ്യയിലേക്ക് വിടുന്നില്ലയോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഈ ദിവസങ്ങളിൽ തന്നെ കാര്യങ്ങൾ ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വൈകിയ വേളയിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മലേഷ്യയിലേക്കുള്ള വിസ ശരിയായിട്ടുണ്ട്, എമിഗ്രേഷനൊക്കെ ബോർഡറിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചില ആൾക്കാരുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയാനിടയായി. അങ്ങനെ ഒരു ദിവസം വൈകിയ വേളയിൽ ഒരു ബസ്സിൽ കയറ്റി ഞങ്ങളെ അവിടുന്ന് തായ്ലൻഡിൻ്റെയും മലേഷ്യയുടെയും ബോർഡറിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങളെ പാർപ്പിക്കുവാനിടയായി. അതോടുകൂടി അദ്ദേഹം അവിടുന്ന് മടങ്ങിപ്പോരുന്നു. പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസം വൈകിയ വേളയിൽ ഒരു ഗുണ്ടാ സംഘത്തെ പോലെ ഉള്ള ഒരു ഗ്രൂപ്പിന് ആണ് ഞങ്ങളെ വിറ്റതെന്ന് പിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവർ ഞങ്ങളെ വൈകിയ വേളയിൽ ഒരു കാറിനകത്ത് കയറ്റി ഞങ്ങളെ 2 പേരെ കാറിൻ്റെ അകത്തും എന്നെ കാറിൻ്റെ ഡിക്കിക്കകത്തും കയറ്റി. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോൾ കൊന്നുകളയും എന്ന് ഞങ്ങളോട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ ഡിക്കിക്കകത്തായിരുന്നു എൻ്റെ മലേഷ്യയിലുള്ള യാത്ര. അതിൻ്റെ മുന്നിൽ ഒരു സ്കൂട്ടറിൽ ഒരാൾ പോകുമായിരുന്നു. അതിൻ്റെ പുറകെയാണ് ഈ കാറ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ ഡിക്കിക്ക് അടിയിലൂടെ ചെറിയ സുഷിരങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലാകും ഈ വണ്ടി എതിലെയാണ് പോകുന്നത്. ചെറിയ അരുവികളും കാടുകളുമൊക്കെ താണ്ടിയാണ് ഈ വണ്ടി യാത്ര ചെയ്തത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വേദന ഞാൻ ആ വണ്ടിക്കകത്ത് ഡിക്കിക്കകത്തിരുന്ന് അറിയുവാനിടയായി. ചില മണിക്കൂറുകൾ ആ വണ്ടി ഏതോ വനാന്തരത്തിലൂടെയൊക്കെ ഓടി. അവസാനം മലേഷ്യയുടെ ബോർഡറിൽ ആ വണ്ടി എത്തി. അവിടുന്ന് ഞങ്ങളെ 3 പേരെയും അവിടെ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ഉപേക്ഷിച്ച് അവർ തിരികെ പോരുവാനിടയായി. പോകുന്ന വഴിയിൽ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, അവിടെ ഞങ്ങൾ വിടും, അവിടെ നിന്ന് നിങ്ങളെ വേറൊരു ഏജൻറ്റ് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഞങ്ങളോട് പറഞ്ഞു.
അങ്ങനെ ആ റബ്ബർ തോട്ടത്തിൽ കിടക്കുമ്പോൾ തായ്ലൻഡിൻ്റെയും മലേഷ്യയുടെയും ബോർഡറാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് അപ്പുറം കടത്തിയത് എന്ന് ചോദിച്ചാൽ, ഈ മുന്നിൽ പോകുന്ന ആള് ഒരു പക്ഷേ ഈ ബോർഡറിൽ നിൽക്കുന്ന സൈനികർക്കോ അല്ലെങ്കിൽ ചെറിയ വഴികളിൽ എവിടെയെങ്കിലും പണം അടച്ച് കാണും. അടച്ചിട്ട് ആ സമയമാകുമ്പോൾ അവർ മാറി നിൽക്കും. അന്നേരമാണ് ഈ വണ്ടി കടന്നു പോകുന്നത്. അങ്ങനെ ആ റബ്ബർ തോട്ടത്തിൽ കിടന്നു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടി അവിടേക്ക് വന്നു. അത് മലേഷ്യൻ പൗരന്മാരാണ്. അപ്പോൾ അവർ ഞങ്ങളെ കയറ്റി അവിടെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി സന്ധ്യ കഴിഞ്ഞ സമയം മുതൽ ആ ഭവനത്തിലാണ് ഞങ്ങൾ പാർത്തത്. കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല, ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന അന്ന് അറിയാൻ തക്കവണ്ണം ഇടയായി. അദ്ദേഹത്തോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, ഞങ്ങളെ തിരിച്ച് തായ്ലൻഡിലേക്ക് വിടണം, അവിടെ നിന്ന് വിസയുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാമെന്ന് പറയാനിടയായി. എന്നാൽ ആ മനുഷ്യൻ ഞങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അർദ്ധരാത്രിയോടെ ഏതാണ്ട് 8 മണി 9 മണി സമയമായി കാണും. ആ സമയമായപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്ന് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് എടുത്ത് തന്ന് ഒരു ബസ്സിൽ കയറ്റി ഞങ്ങളെ വിട്ടു. ഞങ്ങളുടെ ഈ പാസ്പോർട്ടുണ്ട്, പക്ഷേ അതിൽ വിസയില്ല. ഈ വാഹനം യാത്ര ചെയ്യുന്ന ഓരോ ടോൾ പ്ലാസകളും കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ള് വളരെ പൊട്ടുകയായിരുന്നു. കാരണം പോലീസ് പിടിച്ചാൽ ഏതു നിമിഷവും മലേഷ്യയുടെ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ഒരിക്കലും ഒരു മടക്കയാത്ര ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. ജീവിതത്തിൽ വളരെ വേദനകളും ഭാരങ്ങളും നിറഞ്ഞ അനുഭവങ്ങളാണ് കടന്നുപോയത്. എന്നാൽ അർദ്ധരാത്രി ആയപ്പോൾ കോലാലംപൂരിലെത്തി. ഞങ്ങളെ ആ ബസ്സിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ ആ ഫോൺ എടുത്ത ആൾ ഞങ്ങളോട് പറഞ്ഞത്, അവിടെ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ കിടക്കുക, രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാവുന്നു. വിസയില്ലാതെ പാസ്പോർട്ടിനകത്തൊന്നുമില്ലാതെ ഒരു രാജ്യം കടന്ന് വന്ന ഒരു 3 പേര് ആ ബസ് സ്റ്റാൻഡിൽ കിടന്നാലുള്ള അനുഭവം നമുക്ക് മനസ്സിലാകും. പോലീസ് പിടിക്കും, ജയിലിൽ പോകേണ്ടി വരും. ജീവിതത്തിൻ്റെ എല്ലാം തകർന്ന അനുഭവത്തിൽ ആശ്രയം ദൈവം മാത്രമേ ഉള്ളായിരുന്നു, കൈവിടില്ല എന്നൊരു ചിന്ത ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് തമിഴ് നന്നായി അറിയായിരുന്നു. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ടാക്സി ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ വിവരം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദിനവും ഇത്രയും പേർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ പിടിക്കപ്പെട്ടാൽ ജയിലിൽ കൊണ്ടുപോകും, നിങ്ങൾക്ക് മടക്കയാത്ര ഉണ്ടാകത്തില്ല. ഈ ജയിലിൽ കിട്ടുന്ന ഭക്ഷണം വളരെ നിങ്ങൾ കഴിക്കാനൊക്കാത്ത ഭക്ഷണമാണ്. മീൻ കട്ട് ചെയ്തതും ഒക്കെ ഉള്ള ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളോട് പറയാനിടയായി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇന്ന് രാത്രി എൻ്റെ ഭവനത്തിൽ വന്ന് വിശ്രമിക്ക്, രാവിലെ ഈ സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവരും, പിന്നെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് അദ്ദേഹം പറയാനിടയായി. എങ്ങോട്ട് പോകാനാണ്? ആ വാഹനത്തിൽ ഞങ്ങൾ കയറി. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മലേഷ്യൻ പോലീസ് ചെക്ക് പോസ്റ്റ് ഇട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ഥലങ്ങളാവുമ്പോൾ ഞങ്ങളെ ഇറക്കി വിടും. ഞങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിലോ ഏതെങ്കിലും ഹോട്ടലിലോ കയറി ഇടും. എന്നിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ചിറങ്ങി ഈ ടാക്സിയെ കയറും. അങ്ങനെ രാത്രി ആ ഭവനത്തിലെത്തി അവിടെ കിടക്കുവാനിടയായി. എന്നാൽ പ്രഭാതമായപ്പോൾ അദ്ദേഹം ഞങ്ങളെ വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കി. ഞങ്ങൾ പോകുമ്പോൾ ഈ ടാക്സിക്കാരൻ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് ചിലവിനുണ്ടായിരുന്ന പൈസ മുഴുവൻ അദ്ദേഹം പിടിച്ചു പറിച്ചെടുത്തു, എല്ലാം വാങ്ങി. പിന്നെ ഉള്ളത് കോയിൻ മാത്രമേ ഉള്ളൂ. അന്ന് മൊബൈലുകൾ വലുതായിട്ടില്ല, കോയിനിട്ടാണ് സാധാരണ വിളിക്കുന്നത്. അപ്പോൾ ആ കോയിനിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ വന്ന് വിളിച്ചു. ഈ മലേഷ്യ കോലാലംപൂരിൽ ഒരു വലിയ അമ്പലമുണ്ട്. പിന്നെ അതിൻ്റെ ചരിത്രം എനിക്കറിയത്തില്ല, അന്ന് കണ്ട ചരിത്രങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലേക്ക്, തമിഴരുടെ അമ്പലമാണ്, അവിടേക്ക് അനേകർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരുടെ ഡ്രസ്സ് എന്തെന്ന് ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. നീല യൂണിഫോമാണ്. മുനിസിപ്പാലിറ്റിയുടെയും യൂണിഫോം നീലയാണ്, അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ 2 നീല യൂണിഫോം കണ്ടാലും ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങോട്ട് നടക്കും. ഇവർ പോകുമ്പോൾ തിരിച്ചവിടെ വന്നിടിക്കും. അങ്ങനെ ഉച്ച കഴിയുന്ന സമയമായപ്പോൾ ഞങ്ങൾ വിളിച്ച് ഒരു മനുഷ്യൻ വന്നു. അതൊരു ബംഗ്ലാദേശിയായിരുന്നു. അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ഒരു ഹോട്ടലിൽ 7 ദിവസം പാർപ്പിച്ചു. ഞാൻ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനാണ്. 7 ദിവസമായപ്പോൾ ആ ഹോട്ടൽ ഉടമ ഞങ്ങളോട് പറഞ്ഞു, ഇതുവരെയും പൈസ അടച്ചിട്ടില്ല, ഇന്ന് രാത്രി വെളിയിലേക്ക് തള്ളി കളയും, നിങ്ങൾ പൊക്കോണമെന്ന് പറഞ്ഞു.
ആ ഹോട്ടലിൻ്റെ 2ാം നിലയിൽ കിടക്കുമ്പോൾ റോഡിലൂടെ കോലാലംപൂർ ജയിലിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതമെല്ലാം അവസാനിച്ചു. വൈകിയ വേളയിൽ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ മുന്നിലായിട്ട് വന്ന് ഒരു വ്യക്തി പറയുകയാണ്, നീ ദൈവത്തെ കണ്ടില്ലയോ, ദൈവത്തിനു വേണ്ടി ഇറങ്ങിയില്ലയോ, ദൈവത്തെ സ്നേഹിച്ചില്ലയോ, നിൻ്റെ ജീവിതമെല്ലാം പോയല്ലോ, ഇനി നിനക്കൊരു രക്ഷയില്ല എന്ന് ആ കറുത്ത രൂപം എന്നോട് സംസാരിച്ചു. എന്നാൽ ഞാൻ തിരിച്ചു പറഞ്ഞു, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പക്ഷേ കോലാലംപൂർ ജയിലിൽ ഞാൻ മരിക്കേണ്ടി വരുമായിരിക്കും. എന്നാലും എൻ്റെ അനുജനെയും അമ്മയെയും ദൈവം നോക്കും. ജീവിതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി എല്ലാം തകർക്കപ്പെട്ടവനായി ഞങ്ങൾ അവിടെ ആയിരുന്നു. എന്നാൽ അന്നു രാത്രി അവിടെ നിന്നും വീണ്ടും ഞങ്ങളെ വേറൊരു ഗ്രൂപ്പിന് അവർ വിൽക്കുവാനിടയായി. ഞാനിങ്ങനെ ചിന്തിപ്പാനിടയായി, യോസഫിൻ്റെ ജീവിതത്തിൽ അവൻ്റെ സഹോദരങ്ങൾ അവനെ വിറ്റതുപോലെ അവിടെ നിന്നും ഞങ്ങളെ വിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. 100 ദറംസിനാണ് വേറെ ഒരു ഗ്രൂപ്പിന് വിറ്റത്. അന്നു രാത്രി അവർ ഞങ്ങളെ കൊണ്ടുപോയി ഒരു വീട്ടിൽ പാർപ്പിച്ചു. ആ വീട്ടിൽ അവർ ഞങ്ങൾക്ക് നൽകിയ ജോലി ഹൈവേയിൽ ചെടി നടുകയാണ്. ഭയങ്കര ഹൈവേ ഉണ്ട്, അതിനകത്ത് ചെടി നടണം. പകൽ മൊത്തം ചൂടിൽ ചൂട് ഉഷ്ണം വല്ലാത്ത ചൂടാണ്. ആ ചൂടിൽ നിന്നുകൊണ്ട് ചെടി നടും. അപ്പോൾ അന്നേരം കവറോൾ എന്ന് പറയുന്ന, അതായത് ഗൾഫിലും എല്ലാ രാജ്യത്തും യൂണിഫോം ഇടും, അതിന് കവറോൾ എന്നാണ് അന്ന് പേര് പറഞ്ഞിരുന്നത്. അതിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോലീസ് പിടിക്കത്തില്ല. എന്നാൽ ഈ വീട്ടിൽ വെച്ച് നമ്മളെ പോലീസ് പിടിച്ചാൽ എമിഗ്രേഷൻ കൊണ്ടുപോകും. പിന്നെ നമുക്ക് മടക്കയാത്ര ഉണ്ടാകത്തില്ല, അവർ ജയിലിലിടും. അങ്ങനെ ദിവസങ്ങൾ അവിടെ ജോലി ചെയ്യുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ചെയ്ത ഒരു ഉപകാരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ കഠിന ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മാത്രമേ ഉള്ളൂ നമ്മളെ കൈവിടാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ഒരിക്കൽ ഈ റോഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള, ഒരു പക്ഷേ ഈ ലൈവ് എവിടെയെങ്കിലും വെച്ച് അദ്ദേഹം കാണുകയാണെങ്കിൽ എന്നെ ഓർക്കുമായിരിക്കും, സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം അന്ന് ഗോദ്രേജിൻ്റെ കമ്പനിയുടെ ഒരു നല്ല ജോലിക്കാരനായിരുന്നു. ആൻറ്റിയുണ്ട്, ഒരിക്കലും മറക്കത്തില്ല. കുഞ്ഞുണ്ട്. അവരിങ്ങനെ ആ കടയിൽ വരുമ്പോൾ അവിടെ വരുമ്പോൾ എന്നെ കാണുകയും എന്നോട് ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തു. കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ വല്ലാതെയാണ് ഇവിടെ പെട്ടിരിക്കുന്നത്. നാട്ടിൽ പോകുവാൻ 2 വഴിയേ ഉള്ളൂ. ഒന്ന്, പാസ്പോർട്ടിൽ തലവെട്ടി നാട്ടിൽ മാറ്റി വെച്ച് നാട്ടിലേക്ക് വിടും. അങ്ങനൊരു സിസ്റ്റമുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ 25,000 രൂപ കൊടുക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ 75,000 രൂപയോളം കടമാക്കി, ഇങ്ങനെയും കൂടെ ആകുമ്പോൾ എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് അദ്ദേഹം എന്നോടൊരു ഓപ്ഷൻ പറഞ്ഞു. ഞാനൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തും, അവിടെ ജോലി ചെയ്ത് കടം വീട്ടിയിട്ട് നാട്ടിലേക്ക് കടന്നു പോകണം, ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. എൻ്റെ ജീവിതത്തിൻ്റെ കഠിന ശോധനയായിരുന്നു. നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ പ്രവാസികളായി കൊണ്ടുപോയ ദാനിയേലിനെ നമുക്കറിയാൻ കഴിയും. അവർ അവിടെ ചെന്നപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട്, രാജഭോജനം കഴിക്കണം, രാജകൊട്ടാരത്തിലെ വീഞ്ഞു കുടിക്കണം. എന്നാൽ ദാനിയേലിനൊരു തീരുമാനമുണ്ടായിരുന്നു, ആ ഭോജനം കൊണ്ടോ അല്ലെങ്കിൽ വീഞ്ഞു കൊണ്ടോ ഞാൻ അശുദ്ധനാകത്തില്ല എന്ന് ഉറപ്പോടെ നിന്ന ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും എബ്രായ ബാലന്മാരെ തീച്ചൂളയുടെ നടുവിൽ നിന്നും വിടുവിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കഷ്ടതയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ വരാം. അങ്ങനെ ഞങ്ങൾ ഈ താമസിക്കുന്ന ഒരു ഗുണ്ടാ സിസ്റ്റമുള്ള ഏരിയയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹാനി വരും, അതുകൊണ്ട് വൈകിയ വേളയിൽ ഞാൻ വണ്ടി കൊണ്ടിടും, നിങ്ങൾ ഒരു സാധനവും എടുക്കരുത്, ആരെങ്കിലും ഒറ്റിക്കൊടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമാണ്, കാറിൽ കയറിക്കോണം, വേറെ ഒന്നും എടുക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ജോലി കഴിഞ്ഞ് വൈകിയ വേളയിൽ ഞാൻ വന്നിട്ട് ഈ വണ്ടി കാത്തു നിന്നു. ഇദ്ദേഹം സമയത്തിന് തന്നെ വന്നു, ഓടി, തുണി മാത്രം എടുത്തുകൊണ്ട് ഓടി ആ കാറിൽ കയറി ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി മലേഷ്യയിൽ ശാലം 24 എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി അവിടെ ജോലിക്കായി വെച്ചു. അവിടെ ഞാൻ മറക്കാൻ കഴിയാത്ത സരോ എന്ന് പറയുന്ന ഒരു തമിഴ് ലേഡിയുണ്ട്, ഒരു ആൻറ്റിയുണ്ട്. ആ ആൻറ്റി ഈ കോണ്ടാക്ട് ഇങ്ങനെ വരുന്നവരെ കോണ്ടാക്ട് ബേസിൽ വെച്ച് ജോലി ചെയ്യിക്കുന്നതാണ്.
അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. ആ ഏരിയ വിട്ട് നമുക്കെങ്ങും പോകാൻ അവകാശമില്ല. കാരണം പുറത്തിറങ്ങി പിടിക്കപ്പെട്ടാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും, അവിടുന്ന് ജയിലിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇതിനകത്ത് ആ പോലീസ് പിടിച്ചാൽ ഇവരുമായിട്ടുള്ള ബന്ധം നിമിത്തം നമ്മളെ പുറത്ത് ഇറക്കി വിടും. അങ്ങനെ അവിടെ 3.5 വർഷം ഞാൻ ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ജീവിതത്തിൽ ആകാശത്തൂടെ പ്ലെയിൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എപ്പോഴായിരിക്കും എൻ്റെ മടക്കയാത്ര വീട്ടിലേക്കെന്ന്. എൻ്റെ നാട്ടിൽ എല്ലാവരും പറഞ്ഞത് ഞാൻ മരിച്ചുപോയി, ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ല. കാരണം 10-15 ദിവസം മാസത്തിൻ്റെ പകുതി വരെ വീട്ടിലേക്ക് ലെറ്റർ അയക്കാതെയും ഒന്ന് ഫോൺ ചെയ്യാൻ കഴിയാതെ മാറി മാറി പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു അവൻ മരിച്ചു എന്ന്. എന്നാൽ ലാസർ മരിച്ചപ്പോഴും യേശു പറഞ്ഞു അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ പ്രസാദം തോന്നി. അങ്ങനെ ആ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടാക്കി എൻ്റെ ക്ഷേമം അന്വേഷിക്കും. എനിക്ക് ബാങ്കിൽ പോയി പൈസ അയക്കാനൊക്കത്തില്ല, കാരണം എൻ്റെ പത്താക്കയോ അങ്ങനെ ഒരു സാധനവുമില്ല. പിന്നെ ഈ ചേട്ടനാണ് വന്ന് പൈസ നാട്ടിലേക്ക് അയക്കുന്നത്. അങ്ങനെ 3.5 വർഷം ഞാൻ ജോലി ചെയ്തു. ദൈവത്തോട് എന്നും വൈകിയ വേളയിൽ ആ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പന്ത് കളിക്കുന്ന മലേഷ്യക്കാർ പന്ത് കളിക്കുന്ന സ്ഥലമുണ്ട്. ആ പന്ത് കളി കാണാൻ ഞാൻ പോയിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് മേപ്പോട്ട് നോക്കുമ്പോൾ പ്ലെയിൻ പോകുന്നത് കാണും. അപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, എനിക്കെന്നാണ് മടക്കയാത്ര. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. നീ പോകുമ്പോൾ കുന്നുകൾ ആർക്കുന്ന ഒരു ദിവസം നിനക്കായി ഞാൻ ഒരുക്കിയിട്ടുണ്ട്, അന്ന് നിന്നെ ഞാൻ മടക്കി കൊണ്ടുപോകും എന്ന് സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിപ്പാനിടയായി. അങ്ങനെ ഞാൻ അവിടെ കാത്തിരുന്നു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് വേണ്ടി മലേഷ്യയിൽ ഒരു പൊതുമാപ്പ് പ്രതീക്ഷിക്കാതെ ഉണ്ടാകാനിടയായി. ഈ സുനിൽ ജ്യേഷ്ഠൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നില്ലെങ്കിലും ജ്യേഷ്ഠ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിലീപെ നാട്ടിൽ പൊക്കോണം, ഇനി ഇവിടെ നിന്ന പ്രശ്നമാ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെ ടിക്കറ്റ് എടുക്കും, ഭയങ്കര തിരക്കാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ ടിക്കറ്റ് എടുത്തോളാം, ഞാനും എൻ്റെ കുടുംബവും നാട്ടിലേക്ക് വരുന്നുണ്ട്, അവരുടെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോരാമെന്ന് എന്നോട് പറയാനിടയായി. അങ്ങനെ അദ്ദേഹം എനിക്ക് ടിക്കറ്റ് എടുത്തു. മലേഷ്യൻ ജയിലിൽ പോകേണ്ട ഞാൻ എല്ലാ സാധനവും ഒരു ഗൾഫുകാരൻ എങ്ങനെ നാട്ടിൽ വരുന്നോ അതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങി പാക്ക് ചെയ്ത് ആ ചേട്ടൻ എന്നെ അവിടുന്ന് എയർപോർട്ടിൽ തൻ്റെ കൂടെ കയറ്റി തിരുവനന്തപുരം എയർപോർട്ടിൽ എന്നെ കൊണ്ട് ഇറക്കി വിട്ടു. സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് വരുവാനിടയായി. ഈ യാത്രയിൽ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ശോധനകളായിരുന്നു. തിരുവചനം പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ശോധനയുണ്ടായിരുന്നു. എന്നാൽ തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ പൊന്നുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരും എന്ന് വെച്ചാൽ ഒരു തട്ടാൻ ഒരു ഉരുപ്പടി, അതായത് ഒരു സ്വർണം തൻ്റെ ഉലയിലേക്ക് അല്ലെങ്കിൽ താൻ ഇടുന്ന ഉലയിലേക്ക് ഇട്ട് കഴിഞ്ഞ് ആ തട്ടാൻ എങ്ങും പോകാറില്ല. അവൻ നോക്കി നിൽക്കും. അത് മെൽറ്റായി വരുമ്പോൾ ആ തട്ടാൻ ഒരു പരുവമുണ്ട്. അവൻ അതെടുത്ത് അടിച്ച് നന്നായിട്ട് ഒരു അണിയത്തക്ക വണ്ണം ഒരു രൂപമാക്കി തീർക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ശോധനയാകുന്ന മേടുകളിലൂടെ നമ്മെ കടത്തിവിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകളിൽ പത്രോസ് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ കടത്തിവിട്ട് നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഈ എപ്പിസോഡ് കാണുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്കോട് ഞാൻ പറയാനുള്ളത്, എനിക്ക് എൻ്റെ കഷ്ടത, എൻ്റെ മരണദിനം ഞാൻ മുന്നിൽ കണ്ട ഒത്തിരി ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നു. ഇന്ന് ഞാൻ കവലകളിലും അല്ലാതെയും സുവിശേഷം അറിയിക്കുന്നു. ഞാനൊരു പാസ്റ്ററായിട്ട് ഒരു സഭയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം കൊണ്ടുവന്നത് ദൈവമാണ്. അപ്പോൾ നമ്മൾ പാട്ടുകാരൻ പാടുന്നത് പോലെ കഷ്ടതയുടെ ജീവിതത്തിൽ നമ്മെ തകർക്കുവാനോ ഉടയ്ക്കുവാനോ അല്ലല്ല ഈ വേദന, നമ്മെ പണിതെടുത്ത് പൊന്നാക്കുവാനാണ് ഈ ശോധന. ജീവിതത്തിൽ ഒരിക്കലും നമ്മെ തകർക്കുവാനല്ല. ഒരു പക്ഷേ രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ജീവിതത്തിൻ്റെ ഭാരമായിരിക്കാം. ഏത് വിഷയത്തിലൂടെ കടന്നു പോയാലും ഒരു രാജ്യത്തുനിന്ന് ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എന്നെ മടക്കി കൊണ്ടുവന്ന നസ്രയനായ യേശു, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയിൽ അപ്പ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ചാരത്തിറങ്ങി വന്ന് മകനെ എന്ന് വിളിക്കുന്ന ആ കർത്താവ് നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങളെ വിടുവിക്കും.
2005 വീണ്ടും ഞാൻ ഗൾഫിലേക്ക് കടന്നു പോകുവാനിടയായത്. ഞാൻ ഗൾഫ് രാജ്യത്ത് ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കാം എന്നാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ പറയുന്നത്. ഞാനവിടെ ക്യാമ്പിലേക്കാണ് കടന്നു പോയത്. ആ ക്യാമ്പിൽ 8 പേരോളം താമസിക്കുന്നുണ്ട്. ദൈവവിശ്വാസിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ കൽപ്പനയനുസരിച്ച് നടക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ടാകുമ്പോൾ ഈ ക്യാമ്പിനകത്ത് മദ്യപാനത്തിൻ്റെ വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവരും കുപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ച് കുടിച്ച്, വെള്ളിയാഴ്ച അവധിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ബഹളമാണ്. ഈ സാഹചര്യത്തിൽ ജീവിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ചില സഹോദരങ്ങളെ അവിടെ ഒരുക്കി അവരെന്നെ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ഡെസർട്ടിലേക്ക് കൊണ്ടുപോകും, എന്ന് വെച്ചാൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ആ മരുഭൂമിയിൽ മോശ ജീവിതത്തിൽ കടന്നുപോയ മരുഭൂപ്രയാണം ഒക്കെ അറിയുവാനിടയായി. ആ മരുഭൂമിയിൽ അവർ ടെൻ്റ് അടിക്കും. അവിടെ ടെൻ്റ് വാങ്ങിക്കാൻ കിട്ടും. 4 കുറ്റികളൊക്കെ അടിച്ച് മനോഹരമായി അടിക്കും. അതിനകത്ത് ഇരുന്ന് ആ രാത്രി മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവവചനം ധ്യാനിക്കും, പ്രസംഗിക്കും. അപ്പോൾ ഈ ഡെസർട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് രാത്രിയിൽ അവിടുത്തെ പോലീസുകാർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അവരത് ആ ടെൻ്റ് തുറന്നു നോക്കുമ്പോൾ ഞങ്ങൾ ബൈബിളുമായിരുന്നു പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർ ഒത്തിരി നേരം നോക്കി നിന്നിട്ട് മടങ്ങിപ്പോകും. പലപ്പോഴും യാത്രയിൽ ഞങ്ങളെ അവിടെയൊക്കെ പിടിക്കാറുണ്ട്. പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് തുണയായിരുന്നത് ഈ ബൈബിളാണ്. ബൈബിൾ ഉയർത്തി കാണിക്കുമ്പോൾ അറബി പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം ഇവർ ക്രിസ്ത്യാനികളാണെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെന്നും അതിനാണ് പോകുന്നതെന്നും അറിയാം. ഒരു വാക്ക് ചോദിക്കത്തില്ല. അങ്ങനെ അവിടെ ഒത്തിരി കാലം അല്ലെങ്കിൽ അവിടെ ആത്മീയമായി വളരാനിടയായി. എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിനേക്കാൾ കൂടുതൽ ദൈവത്തെ അടുത്തറിയാൻ കഴിഞ്ഞത് ഈ ഗൾഫിൻ്റെ പ്രദേശത്തുള്ള യാത്രയിലും താമസത്തിലുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭയാനകമായ സംഭവം ഉണ്ടായി. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 2 ലക്ഷത്തിൽ പരം വിലയുള്ള ഒരു വാൽവ് കേടാവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ആ കമ്പനിക്കാരെ ഈ സൂപ്പർവൈസർ വിളിച്ച് കമ്പനിക്കാരെ അറിയിച്ചു. കമ്പനിക്കാർ പറഞ്ഞു, ഒരിക്കലും അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യതയില്ല. നിങ്ങളുടെ വർക്കർമാരത് ചെയ്തപ്പോൾ പറ്റിയതായിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് കമ്പനിയിൽ നിന്ന് ആൾ വരും, വാൽവ് കമ്പനിയിൽ നിന്നും ആൾ വരും, നിങ്ങളത് വിശദീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണെന്ന് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അവർ പറഞ്ഞു ഉറപ്പിച്ചാൽ ഞങ്ങളെ നാട്ടിലേക്ക് ടെർമിനേഷൻ ചെയ്യും. ഞാൻ ചെന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി. ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ വേറെ ഒരു വഴിയുമില്ല, അമ്മ പിടിക്കപ്പെട്ടാൽ നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധിയാണെന്ന് പ്രാർത്ഥിച്ചു. അന്ന് പകൽ എല്ലാവരും അറബികളും കമ്പനിക്കാരും എല്ലാവരും കൂടിയിട്ട് ചർച്ച തുടങ്ങി. വാൽവ് എങ്ങനെ ഡാമേജായി. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഏതോ മിസ്റ്റേക്ക് വാക്ക് പറഞ്ഞു. 2 പേരൂടെ വഴക്കായി, ബഹളമായി, ഇവർ പിരിഞ്ഞുപോയി. അങ്ങനെ ഈ കമ്പനിക്കാരെ ഏറ്റില്ല. വാൽവ് കമ്പനിക്കാരുടെ മേൽ ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്, നിങ്ങളത് മാറ്റി തന്നില്ലേ, ഇനി ഞങ്ങൾ വാൽവ് വാങ്ങത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഇടാനിടയായി. അങ്ങനെ അത്ഭുതകരമായി ആ പ്രതിസന്ധി മേടുകളിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ പ്രവാസ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമായി ഞാനിതിനെ കരുതുന്നു. ഇതുപോലെയുള്ള അനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.